എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാനിപ്പോൾ മാനവീയം വീതിയിലാണ്. മാനവീയം വീതിയിലെ നിരവധി പ്രശ്നങ്ങൾ പറയാതെ തന്നെ അറിയാമല്ലോ. നിരവധി തല്ലുമാലകൾക്കൊക്കെ ശേഷം ഇപ്പോൾ സർക്കാർ വളരെ കർശനമായിട്ടുള്ള ഒരു പ്രവർത്തന രീതി ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യമായ നിയന്ത്രണം ഇവിടെ കൊണ്ടുവരും. ഫോട്ടോഷൂട്ട് ഉൾപ്പെടെ അതിനൊക്കെ ഒരു യൂസർ ഫീ ഒക്കെ ഏർപ്പെടുത്തി ഉള്ള മെച്ചപ്പെട്ട സംവിധാനമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച ഈ നൈറ്റ് ലൈഫ് മാനവീയ വീതിയിൽ നിന്നും നിരവധി പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തലസ്ഥാനത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമായ മാനവീയം വീതിയിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. അതിനുശേഷം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മാനവീയം വീതിയിലെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുകയാണ്. നിയന്ത്രണങ്ങൾ ലഘൂകരിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്തു. ഇതിനെ തുടർന്ന് മേയറുടെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെയും വിവിധ സംഘടനകളുടെയും യോഗം ചേരുകയുണ്ടായി. ഇതിനുശേഷം ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൊണ്ടുവരാൻ തീരുമാനമായിട്ടുണ്ട്. തോന്നിയ പോലെ ഇനി പെരുമാറുന്നതിന് പകരം ഒരു നിയന്ത്രണം ഇനി മുതലുണ്ടാകും. എന്തൊക്കെയാണ് ഇനി ഇവിടെ വരുവാൻ പോകുന്നതെന്ന് നോക്കാം. രാത്രി 7:30 മുതൽ രാവിലെ 5 വരെ ആയിരിക്കും നൈറ്റ് ലൈഫ് പ്രവർത്തന സമയം. കലാപരിപാടികളും മറ്റുള്ളവയ്ക്കുമായി മൈക്കുകളും സ്പീക്കറുകളും 11 മണിവരെ ഉപയോഗിക്കാം. ഇപ്പോൾ 10 മണിവരെയാണ് അനുവദിച്ചിരിക്കുന്നത്. 11 മണിക്ക് ശേഷം 65 ഡെസിബലിൽ കുറഞ്ഞ ശബ്ദത്തിൽ സ്പീക്കറുകൾ പ്രവർത്തിപ്പിക്കാം. ഇത് പോലീസ് കർശനമായി നിരീക്ഷിക്കും. പകൽ സമയത്ത് ഇതുവഴിയുള്ള വാഹനങ്ങളുടെ വേഗത 20 കിലോമീറ്ററായി നിയന്ത്രിക്കും. പകൽ സമയം പരിപാടികൾ ഉണ്ടെങ്കിൽ ഇവിടം റോഡ് ബ്ലോക്ക് ചെയ്യും. ഇതുകൂടാതെ ഇവിടെ സ്ഥിരമായി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നവരുണ്ട്. അവർക്കായി പ്രത്യേകം രജിസ്ട്രേഷൻ സൗകര്യം നൽകും. ഇതിനായുള്ള പോർട്ടൽ ഉടൻ തയ്യാറാകും. കൂടാതെ ഇത്തരം പരിപാടികൾക്ക് പ്രത്യേക ഫീസും ഏർപ്പെടുത്തും. നഗരസഭ, DTPC, ജില്ലാ ഭരണകൂടം, പോലീസ് എന്നിവരുടെ സംയുക്ത നിയന്ത്രണത്തിലായിരിക്കും ഇത് വരുന്നത്. ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റവും സ്ഥാപിക്കും. ശുചീകരണത്തിന് സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തും. കൂടാതെ കലാമൂല്യം ഉൾപ്പെടുന്ന പുതിയ ബാരിക്കേഡുകളും സ്ഥാപിക്കും. ഇപ്പോൾ ഇവിടെ ധാരാളം വിവാഹ ഫോട്ടോഷൂട്ടുകൾ, സേവ് ദ ഡേറ്റ്, നൃത്ത പരിപാടികൾ, ഡോക്യുമെന്ററി, സിനിമാ ഷൂട്ടിങ്ങുകൾ എന്നിവയൊക്കെ നടക്കുന്നുണ്ട്. ഇവയ്ക്ക് ചെറിയ ഫീസ് ഇനി മുതൽ ഈടാക്കും. വാണിജ്യപരമായ ആവശ്യങ്ങൾക്കും യൂസർ ഫീ ഉണ്ടാകും. തെരുവ് കച്ചവടം, മൊബൈൽ ഫുഡ് വെൻഡിംഗ് എന്നിവയൊക്കെ ഒഴിവാക്കും. രാത്രികാല സെക്യൂരിറ്റിയെ നിയമിക്കും. പിന്നെ മദ്യവും ലഹരിയും ഉപയോഗിച്ച് ഇവിടെ വരുന്നവരെ പിടിക്കുവാനുള്ള കർശന പരിശോധന ശക്തമാക്കും. ഞായറാഴ്ചകളിൽ പൂർണ്ണമായും ട്രാഫിക് നിരോധിക്കുവാനും പദ്ധതിയുണ്ട്. വിപുലീകരിച്ച ലൈബ്രറി സൗകര്യം ഒരുക്കും. ബുക്ക് റിവ്യൂ, എഴുത്തുകാരുടെ സംഗമം എന്നിവയും പതിവായി സംഘടിപ്പിക്കും. ഇപ്പറഞ്ഞവയെല്ലാം ഇവിടെ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. തുടക്കത്തിലുണ്ടായ തിരക്ക് ഇപ്പോൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. കേരളീയം പരിപാടി സമയത്ത് ഒരേ സമയം 2000-ഓളം പേരാണ് ഇവിടെ എത്തിയത്. നൈറ്റ് ലൈഫ് എന്ന ആശയം പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ തുടങ്ങിയതിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങൾ ഇതിനെ നന്നായി നടപ്പിലാക്കുവാൻ അധികാരികളെ സഹായിച്ചു എന്നു കരുതാം. സാംസ്കാരിക കേന്ദ്രമായി ആവിഷ്കരിച്ച മാനവീയം വീതിയുടെ ശോഭ കെടുത്തുവാനായി എത്തിയവർക്ക് അവരുടെ ചെയ്തികൾ കാരണം നാടിന് എത്രമാത്രം നാണക്കേട് ഉണ്ടായി എന്ന കാര്യം ഇപ്പോഴും അറിയില്ല. എന്തായാലും ഇപ്പോൾ ഇവിടം ശാന്തമായി തുടങ്ങിയിട്ടുണ്ട്. മികച്ച രീതിയിൽ മാനവീയം സാംസ്കാരിക കേന്ദ്രമായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്ത് മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.